PFI ഫണ്ട് SGPIക്ക് ലഭിച്ചു എന്ന ED കണ്ടെത്തലിന് പിന്നാലെ മലപ്പുറത്ത് ഇപ്പോൾ SGPI ജില്ലാ കമ്മിറ്റി ഓഫീസിൽ EDയുടെ റെയ്ഡ് നടക്കുകയാണ്. അഷ്കർ അലി വിവരങ്ങൾ നൽകും. അഷ്കർ, ഇന്നലെയാണ് SGPIക്ക് നിരോധിത സംഘടനയായ PFIയുടെ ഫണ്ട് ലഭിക്കുന്നു, വിദേശത്ത് നിന്ന് അടക്കം ഫണ്ട് വരുന്നു എന്ന വിവരം ഇപ്പോൾ ED പുറത്തുവിട്ടിരുന്നത്. ഇപ്പോൾ റെയ്ഡ് എത്ര നേരമായി തുടങ്ങിയിട്ട് എന്തെങ്കിലും രേഖകൾ കണ്ടെത്തുന്നുണ്ടോ? സ്മൃതി, റെയ്ഡ് ഇപ്പോഴും പുരോഗമിക്കുകയാണ്. നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് EDയുടെ ചെന്നൈ യൂണിറ്റാണ് റെയ്ഡ് നടത്തുന്നതെന്നാണ് ഇപ്പോൾ അറിയിക്കുന്നത്. CISF ഉദ്യോഗസ്ഥർക്ക് സുരക്ഷയോടെയാണ് റെയ്ഡ് നടക്കുന്നത്. നമ്മൾ കാണുന്ന കെട്ടിടത്തിൻ്റെ ഏറ്റവും മുകളിലെ നിലയിലാണ് ഇത്തരത്തിൽ SDPIയുടെ ഓഫീസ്, ജില്ലാ കമ്മിറ്റി ഓഫീസ് പ്രവർത്തിക്കുന്നത്. ആ ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ് ഇപ്പോൾ EDയുടെ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം SDPIയുടെ ദേശീയ പ്രസിഡന്റ് MK ഫൈസിയെ ED അറസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ തന്നെ ED വലിയ ആരോപണം SDPIക്കെതിരെ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഫണ്ടടക്കം SDPI വഴിയാണ് ചെലവഴിക്കപ്പെടുന്നത് എന്നുള്ള ആരോപണമാണ് ഉന്നയിച്ചിരുന്നത്. ഏകദേശം 40 മിനിറ്റിലധികമായി ഇപ്പോഴും ഈ റെയ്ഡ് തുടരുകയാണ്. 3 വാഹനങ്ങളിലായിട്ടായിരുന്നു ED ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ SDPI ഓഫീസിലേക്ക് എത്തിയിരുന്നത്. ആരെയും അറിയിക്കാതെ അതീവ രഹസ്യമായിട്ടായിരുന്നു ED ഉദ്യോഗസ്ഥർ നീക്കവും. 40 മിനിറ്റോളമായി 10:30 എത്തിയ ഉദ്യോഗസ്ഥരുടെ പരിശോധന ഇപ്പോഴും തുടരുകയാണ്. പ്രത്യേകിച്ച് സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും അതുപോലെ തന്നെ കള്ളപ്പണം വെളുപ്പിക്കൽ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടും SDPIക്കെതിരെ ED വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഈ യോഗം നടക്കുന്നത്. നിലവിൽ നമ്മൾ SDPI ജില്ലാ നേതൃത്വവുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അവർ പറയുന്നത് തങ്ങളുടെ ഓഫീസ് ഇന്ന് തുറന്ന് പ്രവർത്തിച്ചിരുന്നില്ല. അതിനു മുമ്പേ തന്നെ എത്തി ED ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് എത്തുകയായിരുന്നു എന്നുള്ളതാണ് പ്രാഥമികമായ വിവരം. അവർ പറയുന്നത് അവർക്കും ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമല്ല. എന്തായാലും ഈ പോപ്പുലർ ഫണ്ടുമായി ബന്ധപ്പെട്ട് SDPIയുടെ ബന്ധം അല്ലെങ്കിൽ പോപ്പുലർ ഫണ്ടിൻ്റെ പണം സാമ്പത്തികമായി തന്നെ അത് SDPIക്ക് ഉപയോഗിക്കുന്നു എന്നുള്ള EDയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ്, അല്ലെങ്കിൽ അത്തരം ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് ഇപ്പോൾ SDPIയുടെ മലപ്പുറം ജില്ലാ കമ്മിറ്റി ഓഫീസിലും EDയുടെ റെയ്ഡ് നടക്കുന്നത്. അഷ്കർ, SDPI ഇതിനോട് പ്രതികരിക്കുന്നുണ്ടോ? ഇന്നലെ വന്നിരിക്കുന്ന റിപ്പോർട്ട്, അതിനുശേഷം ഇപ്പോൾ നടക്കുന്ന റെയ്ഡ്, അവിടെ ഇപ്പോൾ ഓഫീസിൽ SDPI നേതാക്കൾ ഉണ്ടോ? സ്മൃതി, നിലവിൽ SDPIയുടെ പ്രധാനപ്പെട്ട ഒരു നേതാക്കളും ഇവിടെ ജില്ലാ ഓഫീസിൽ എത്തിയിട്ടില്ല. മാത്രമല്ല പ്രവർത്തകരാരും തന്നെ ഇവിടെ എത്തിയിട്ടില്ല. നേരത്തെയൊക്കെ ഇത്തരത്തിൽ EDയുടെ റെയ്ഡ് നടക്കുന്ന സമയത്ത് ആ പ്രദേശങ്ങളൊക്കെ തന്നെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാവാറുണ്ടായിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളൊന്നും തന്നെ നിലവിൽ ഇവിടെ ഇല്ല. മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട നേതാക്കളോ ആരും തന്നെ ഇതുവരെ ഔദ്യോഗികമായ പ്രതികരണത്തിന് തയ്യാറായിട്ടുമില്ല. മാധ്യമങ്ങൾ വിളിച്ച് അന്വേഷിക്കുമ്പോഴാണ് ഇത്തരത്തിൽ EDയുടെ റെയ്ഡ് നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം തന്നെ പല നേതാക്കളും അറിയുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഒരു പരസ്യ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. എന്തായാലും സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ്, പ്രത്യേകിച്ച് ഈ കള്ളപ്പണം വെളുപ്പിക്കലും പോപ്പുലർ ഫണ്ട് വഴി ശേഖരിച്ച പണം SDPI ചെലവഴിക്കുന്നു എന്നുള്ള ഒരു ആരോപണത്തിലൂടെ പശ്ചാത്തലത്തിൽ തന്നെയാണ് റെയ്ഡ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്മൃതി.